വഴിക്ക് ആനയെ കാണാൻ പറ്റും കേട്ടോ, പിന്നെ കറക്റ്റായിട്ട്. അപ്പോൾ നമ്മളിത് ഇവിടെ വഴിക്ക് കണ്ടപ്പോൾ നല്ലൊരു വ്യൂ പോയിന്റ് ഉണ്ട്, അവിടെ നിർത്തിയാട്ടോ. നല്ല രസമുള്ള ഒരുപാട് നമ്മുടെ യാത്ര ആരംഭിക്കുന്ന മലയാറ്റൂരിൽ നിന്നാണ്. അപ്പം മലയാറ്റൂർ ഫോറസ്റ്റ് ഡിവിഷനിൽ നിന്ന് ആരംഭിച്ച് നമ്മൾ കാന്തല്ലൂർ എന്ന് അവസാനിപ്പിക്കുന്ന ഒരു യാത്രയാണിത്. അപ്പോൾ ഈ ഒരു യാത്രയുടെ കൂടെ നിങ്ങളും ഉണ്ടാവുന്ന പ്രതീക്ഷയിൽ ഒരുപാട് ഗ്രാമങ്ങളും കൊടും കാടുകൾ താണ്ടിയുള്ള ഈ ഒരു യാത്ര നമുക്ക് ആരംഭിക്കാം. എല്ലാവർക്കും നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കണ്ടോ, ഞാനിപ്പോൾ എവിടെ നിൽക്കണമെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? എൻ്റെ പുറയിൽ കാണുകയാണ് നമ്മുടെ മലയാറ്റൂരിലെ നക്ഷത്ര തടാകം എന്ന് പറയും കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടെ നിന്നാണ് ഇന്നത്തെ യാത്ര ആരംഭിക്കുന്നത്. അപ്പോൾ ഞാനും ഉണ്ട്, നമ്മുടെ ബി പ്രോ സ്റ്റോറീസ് ഉണ്ട്, പുള്ളി തൊട്ടപ്പുറത്തേക്കാണ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അതെ, ഞങ്ങളുണ്ട് കൂടെ. അതെ 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 അതെ, ഞങ്ങളുടെ കൂടെ അനിലുണ്ട്. അനില് അമേരിക്കയിൽ വന്ന ആളാണ്. നമ്മുടെ ഒരു വീഡിയോയിൽ പണ്ടുണ്ടായിരുന്നു കേട്ടോ. അതിന് ഫ്ലിപ്പ് പറപ്പിച്ചോണ്ടിരിക്കുമല്ലേ, ഫ്ലിപ്പ് കണ്ടോ, ഇതാണ് ഫ്ലിപ്പ് എന്ന് പറയുന്ന സംഭവം. നമ്മളെ ചക്രം പോലെ ഇരിക്കട്ടത് അല്ലേ, നിങ്ങൾ വിട്ടുവിടാൻ പറ്റുമല്ലേ? അമേരിക്കയിൽ വന്നാണോ? എന്നാലും കൊള്ളാട്ടോ, ഫ്ലിപ്പ് കൂടെ നമ്മൾ പറപ്പിച്ച് അത്യാവശ്യം വീഡിയോ ഒക്കെ എടുത്തുവായിരുന്നല്ലേ? അത്യാവശ്യം ഇതിന് കുറേ ഫീച്ചേഴ്സ് ഉണ്ട്. അതായത് നമുക്ക് ഈസി ആയിട്ട് ഡ്രോൺ പറത്താനായിട്ട് സാധിക്കും. അതായത് ഡ്രോൺ അത്ര കൈകാര്യം ചെയ്യാൻ അറിയാത്ത ആൾക്കാർക്കും ഫ്ലിപ്പ് പറപ്പിക്കാം. അതിനുവേണ്ടിയിട്ടാണ് ആ കമ്പനി അത് ഇറക്കിയിരിക്കുന്നത്. പ്രൊഫഷണൽ ആയിട്ടുള്ള ഡ്രോണുകളൊക്കെ പറപ്പിക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടല്ലേ. ഇതേ സംബന്ധിച്ച് കുറേ കാര്യങ്ങൾ, നല്ല ഫീച്ചേഴ്സ് ഉണ്ട്. നമ്മൾ ജസ്റ്റ് നിന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ പറപ്പിച്ച് കൈ തന്നെ പോകും, തിരിച്ച് തന്നെ വന്ന് ഓട്ടോമാറ്റിക്കായിട്ട് ലാൻഡ് ചെയ്യും. കൈ കാണിച്ചു കഴിഞ്ഞാൽ വന്നു വരും. അങ്ങനത്തെ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. അതെ, അപ്പൊ നമ്മളിപ്പോ നിൽക്കുന്ന സ്ഥലത്തിന്റെ പേര് നക്ഷത്ര തടാകം അല്ലേ, മലയാറ്റൂരിലെ? ആര് പറഞ്ഞു? നിങ്ങൾ പറഞ്ഞു കേട്ടോ? ഞാൻ പറഞ്ഞ അങ്ങനെയാണെന്നാണ് ഇവിടെ എഴുതി വെച്ചത് കേട്ടോ. അടിവാരം എന്ന് പറയും കേട്ടോ, പ്രോപ്പറായിട്ട് അടിവാരം എന്ന് പറയും. ഞാൻ ഈ മലയ്ക്ക് മുകളിലോട്ടൊക്കെ കയറി ഒരുപാട് 1-2 പ്രാവശ്യമൊക്കെ മലയാറ്റൂർ മല കയറിയിട്ടുണ്ട് കേട്ടോ. പാവം കഴുകി കളയാൻ വേണ്ടിയാ. അല്ല, അധികം പാവം ചെയ്യാത്തോണ്ട് നമ്മൾ ഒരു പ്രാവശ്യം കയറിയിട്ടുള്ളൂ. ഇതൊക്കെ 3-4 പ്രാവശ്യം കയറിയിട്ടുണ്ട്. പോകുന്ന വഴിക്കെല്ലാം പാവം ചെയ്തോണ്ടാണ് പോണെ. ഞാൻ കയറാത്ത മലകളില്ലെന്ന് പറഞ്ഞാൽ. അതെ. അപ്പോൾ നമ്മളത് ഇവിടുന്നാണ് നമ്മുടെ യാത്ര. അപ്പം നമ്മൾ പോകുന്ന വഴി എന്ന് പറയുമ്പോൾ നമ്മൾ നേരെ മലയാറ്റൂര് ടു ആതിരപ്പള്ളി നേരെ വാഴച്ചാല എന്നിട്ട് ചെക്ക് പോസ്റ്റ് കിടന്ന് നേരെ ഷോളയാറി എന്നിട്ട് ഷോളയാറിൽ നേരെ മലക്കപ്പാറ വഴി വാൽപ്പാറ എന്നിട്ട് പിന്നെ നമ്മൾ ആളിയാർ ഫോറസ്റ്റ് റൂട്ട് ചിന്നാർ വൈൽഡ് ലൈഫ് സാങ്ച്വറിയിൽ ചെല്ലും. അപ്പം വളരെ മനോഹരമായിട്ടുള്ള ഒരു വഴിയാണത്. അപ്പൊ എങ്ങനെയാണെന്ന് അറിയത്തില്ല, നമ്മളെ കബാലിയൊക്കെ ഉണ്ടാവും അവിടെ പോണ വഴിക്ക്. അതെ, പിന്നെ അനു പറഞ്ഞ കേൾക്കാത്ത കബാലി ഉണ്ടോ? പിന്നല്ലേ, നമ്മൾ കബാലി എന്ന് നമ്മുടെ പടക്കള സിനിമ ഉണ്ടല്ലോ, അതുപോലെ നമ്മളിങ്ങനെ മാനയുടെ മൈൻഡൊക്കെ ഇങ്ങനെ ആഗീരണം ചെയ്തിട്ട് അവിടെ നിൽക്കാൻ പറയും കേട്ടോ. നമ്മൾ വണ്ടി എടുത്തിട്ട് ഏകദേശം 1.5 വർഷമായുള്ളൂ. കബാലി ദൈവത്തോടെ ചവിട്ടി പഠിക്കില്ലോ. ഇൻഷുറൻസ് കിട്ടും. ആനയൊക്കെ ചവിട്ടിയല്ലേ? ആണോ? അനൂപ് ആനയെ പറഞ്ഞ് മനസ്സിലാക്കുമ്പോഴത്തേന് ഞങ്ങൾ അപ്പുറത്ത് പോയി നിന്നോളാം. ജിപ്സി ആണെങ്കിൽ പിന്നെ നമുക്ക് കുഴപ്പമില്ലായിരുന്നു, നല്ല ഉറപ്പുള്ള വണ്ടിയായിരുന്നു. ഇത് ഫ്രോങ്സ് ആയത് നമുക്കൊരു ചെറിയൊരു പേടിയാണ്. ഇപ്പോഴത്തെ ട്രോൾ എന്ന് പറഞ്ഞ സുരേഷ് കൃഷ്ണ, നിങ്ങൾ ആളെ പറഞ്ഞ് മനസ്സിലാക്കുക, ഞാൻ അപ്പൊ ആളെ വിളിച്ചോണ്ടിരാന്ന് പറഞ്ഞു. കൺവിൻസ് ചെയ്യണം. അപ്പൊ നമ്മള് അങ്ങനെയുള്ള യാത്രയായിരിക്കും നിങ്ങൾ കൂടുതലും കാണാൻ പോകുന്നത്. ഒരു ഫൺ ഡ്രൈവ് നമുക്ക് ചെയ്യാല്ലേ. അപ്പൊ നിങ്ങൾ എത്ര പേര് ഈ ഒരു റൂട്ടൊക്കെ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫോട്ടോസ് ഒക്കെ പോയ വഴിയൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് കൊടുക്കാട്ടോ. അപ്പൊ നമുക്ക് ഒരുമിച്ച് ആ ഒരു മറയൂരിന്റെ ഭ്രാന്ത പ്രദേശങ്ങളൊക്കെ നമുക്ക് യാത്ര ചെയ്യാം. ഒരുപാട് ഗ്രാമക്കാഴ്ചകളുണ്ടാവട്ടെ ഈ വഴിക്ക്. എന്നാൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു കാട്ടുപോത്തിനെങ്കിലും കാണാൻ പറ്റുന്നല്ലേ? ഞാനൊരു പുലിനെങ്കിലും എന്നാലേ മിനിമം ഒരു കുരങ്ങനെങ്കിലും കാണാൻ പറ്റും. ഞാൻ സത്യമായിട്ട് മറ്റേ ജാഗ്വർ ഇല്ലേ, മറ്റേ ബ്ലാക്ക് പാന്തർ എന്നൊക്കെ പറഞ്ഞത്, ആ സാധനം ഇതുവരെ നേരിട്ടുണ്ടല്ലോ. വാൽപ്പാറ കാട്ടിനകത്തുണ്ടെന്നൊക്കെ പറഞ്ഞു. അത്യാവശ്യം ഓവറായിട്ടുള്ള മോഹമല്ലേ? ഇവിടെ രാത്രിയിൽ യാത്ര ചെയ്താൽ ഉറപ്പായിട്ട് നമുക്ക് കാണാൻ പറ്റും കേട്ടോ. ഹമ്മർ പോലെ വണ്ടിയൊക്കെ ആണെങ്കിൽ നമുക്ക് രാത്രി യാത്ര ചെയ്യായിരുന്നു അല്ലേ? ആണ് പിന്നെ വലിയ സേഫ് ആണ്, കുഴപ്പമില്ല. ആനയൊന്നും ചെയ്യില്ല. ഇല്ല. അപ്പൊ നമ്മളത് ഇപ്പം ഞങ്ങളെ നനയ്ക്കാൻ വേണ്ടി ചെറിയൊരു മഴ പെയ്തു കേട്ടോ. അതെ, ചെറിയൊരു മഴ പെയ്ത് നനഞ്ഞു. അപ്പം നക്ഷത്ര തടാകത്തിന്റെ കാഴ്ചയൊക്കെ കണ്ടല്ലോ. അപ്പൊ നിങ്ങൾ ഈ ഒരു മലയാറ്റൂർ സീസണിലൊക്കെ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരുപാട് കാഴ്ചകളുണ്ട് കേട്ടോ. ഇതിന് ചുറ്റും നക്ഷത്രമായിരിക്കും. ചുറ്റും നക്ഷത്രം ഇങ്ങനെ ഇടും, ഫുള്ളും ഇടും. അവൻ നക്ഷത്ര തടാകം എന്ന് പേര് വന്നേക്കണം കേട്ടോ. അപ്പൊ അല്ലേ, ട്രംപിനോട് എന്തെങ്കിലും വഴക്കൂടിയാണോ വന്നേക്കണേ? ഇങ്ങോട്ട് വാ, ഇവിടെ ബാക്കി. അതെ, നമ്മുടെ അല്ല ഒരു സയന്റിസ്റ്റ് ആണ് കേട്ടോ. എന്ത് സയന്റിസ്റ്റ് ആണ് ശരിക്കും? ബാറ്ററി സയന്റിസ്റ്റ്. ഓക്കെ, എല്ലാ തരത്തിലുള്ള ബാറ്ററികൾ നിർമ്മിക്കൂ? കൈൻഡ് ഓഫ് ലിഥിയം ബാറ്ററീസ്, ലിഥിയം സൾഫർ ബാറ്ററി, വാഹനത്തിനൊക്കെ ഉപയോഗിക്കുന്ന ന്യൂ ജനറേഷൻ. ഇപ്പം കറന്റ്ലി ലിഥിയം സൾഫർ ബാറ്ററിയിലാണ് വർക്ക് ചെയ്യുന്നത്. അതിപ്പോ കണ്ടുപിടിച്ചിട്ട് മോഡിഫൈ ചെയ്യാൻ ഞങ്ങൾ ട്രൈ ചെയ്യുന്നുണ്ട്. ഇപ്പോഴത്തെ ഡ്യൂറേഷൻ, അതായത് പെട്ടെന്ന് ചാർജ് ചെയ്യാനുള്ള സംവിധാനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണല്ലോ ബാറ്ററിയുടെ പ്രധാന ഒരു ഉദ്ദേശം. അപ്പോൾ പല കമ്പനികളും പല ചാർജിങ് ടൈമുകളാണ് കമ്പനികൾ അവകാശപ്പെടുന്നത്. അപ്പം ഏറ്റവും നിങ്ങളുടെ ഒരു അഭിപ്രായത്തിൽ നമുക്ക് ഭാവിയിൽ, ഇപ്പോഴല്ല ഞാൻ ഉദ്ദേശിക്കുന്ന, ഒരു
ഒരു മീൻസ് ഒരു 10 years ഒക്കെ എത്തുന്ന കാലഘട്ടത്തിൽ നമുക്ക് എത്ര ഫാസ്റ്റായിട്ട്, അതായത് എത്ര സമയം കൊണ്ട് ഒരു കാറിൻ്റെ ബാറ്ററിയൊക്കെ ചാർജ് ചെയ്യാൻ പറ്റുന്ന സാധ്യതയുണ്ടെന്ന് പറയാൻ പറ്റുമോ? ഏകദേശം ഇപ്പോൾ നമുക്കൊരു 45 minutes ഒക്കെയാണ് സ്പീഡ് ചാർജ് വരുന്നത്, ഒരു 80% ഒക്കെ വരുമ്പോൾ, അല്ലെങ്കിൽ ഒരു 90% ഒക്കെ വരുമ്പോഴത്തേന്. ഇപ്പം നിങ്ങൾ പറയുകയാണെങ്കിൽ ഭാവിയിലേക്ക് എത്രയിലേക്ക് എത്താനായിട്ട് പറ്റും? ഇപ്പം കറൻ്റ്ലി റിസർച്ച് ചെയ്യുന്നത് ലിഥിയം സൾഫർ ബാറ്ററിയാണ്. അതിൻ്റെ എനർജി ഡെൻസിറ്റി കൂടുതലാണ്. ക്വിക്ക് ടൈമിൽ മീൻസ് ചാർജ് ചെയ്യാൻ പറ്റും. എത്ര സമയം വേണ്ടി വരും? ഒരു മേ ബി ഇഫ് എവറിത്തിങ് ഈസ് ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്കൊരു 10 minutes ബിലോ ദാറ്റ് വി ക്യാൻ ഡു ദാറ്റ് ഫ്യൂച്ചറിൽ. അതാണ് അതിൻ്റെ റിസർച്ചാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ കറന്റ് അതിലൊക്കെ റിസർച്ച് ചെയ്തിട്ട് അങ്ങനത്തെ ബാറ്ററീസ് ഉടൻ തന്നെ മാർക്കറ്റിൽ എത്തും കേട്ടോ. നമുക്ക് ടൈം കൺസ്യൂം ചെയ്യാണല്ലോ നമ്മുടെ ഏറ്റവും പ്രധാനം. ഒരു പ്രധാന വെല്ലുവിളി എന്ന് പറയുന്നത് ഇതാണ്, നമുക്ക് ചാർജിങ് ടൈം കൂടുതലാണ്. അപ്പം മാക്സിമം എത്ര കുറയ്ക്കുന്നോ അത്രയും നല്ലത്. ആ ഒരു യാത്രയിലേക്ക് പോകാം. അപ്പം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒന്നോടെ നമ്മൾ റൈറ്റാണ് ആതിരപ്പള്ളി, റൈറ്റ്. ആ അപ്പോൾ നമ്മുടെ യാത്ര വീണ്ടും റൈറ്റ് തിരിഞ്ഞ് നേരെ ആതിരപ്പള്ളിക്കാട്ടോ. അത്യാവശ്യം ഒരു മഴ പെയ്യാനുള്ളൊരു ചാൻസ് ഉണ്ടല്ലേ? മഴയുള്ള സാധ്യതയുണ്ട്. അതെ. അങ്ങനെ നമ്മളിത് കല്ലാല എസ്റ്റേറ്റിൽ എത്തിയിരിക്കുന്നു. ഈ എസ്റ്റേറ്റിലോട്ട് കിടക്കണതിൻ്റെ ഒരു ഫീസ് ഇവിടെ കിടക്കുന്നുണ്ട്, 25 രൂപ വണ്ടിക്കും നമുക്കും കൂടി. അപ്പം നമുക്ക് നേരെ 2 വഴിയുണ്ട്, എസ്റ്റേറ്റിലൂടെ തന്നെയുള്ള 2 വഴിയുണ്ട്. നമുക്ക് ആദ്യം കാണുന്ന വഴിക്കട പോകാട്ടോ. അപ്പോൾ ഇത് പോയാൽ നേരെ ഈ ഒരു എസ്റ്റേറ്റ് കിടന്നിട്ട് നേരെ നമ്മൾ ആതിരപ്പള്ളിയുടെ ആ ഒരു താഴ്ഭാഗത്തേക്ക് ചെന്ന് കയറണം കേട്ടോ, സിൽവർ സ്റ്റോമിൻ്റെ അവിടെ. പശുക്കളോട് കാര്യങ്ങൾ പറഞ്ഞു ശരി, ഇതിപ്പോൾ കാണിച്ചു തരാം. നമുക്ക് പേടിയുണ്ടോ ഇല്ലെന്ന് അറിയാലോ. തമിഴ്നാട്ടിൽ ചെല്ലണം മോനെ. ഇല്ല, മാറില്ല. ആ മാറി മാറി നിക്കടാ പോസ്റ്റേ എന്ന് പറഞ്ഞു. റൂട്ടിന് നല്ല ഒരു ഭംഗിയുണ്ടോ. അതേ, വണ്ടികളില്ല, വളരെ കാമൻ ക്വയറ്റായിട്ടുള്ള ഏരിയയിൽ കൂടെ നമ്മൾ. എനിക്കൊരു ചീവീട് പോലും ഓടിക്കുന്നു അത്ര പോലും ശബ്ദമില്ല. വഴി മാത്രം മോശമാണ്, എന്നാലും വലിയ മോശം എന്ന് പറയാനില്ല അല്ലേ? ആ അതെ അതെ. എസ്റ്റേറ്റിലെ ലയങ്ങളൊക്കെ തോന്നുന്നല്ലേ, ഒരു കാലത്ത് ഇഷ്ടംപോലെ ആൾക്കാരൊക്കെ താമസിക്കുന്ന സ്ഥലങ്ങളൊക്കെ ആയിരിക്കും ഒരു പക്ഷേ ലയങ്ങൾ അങ്ങനെയാണല്ലോ. ആ മാനേജറുടെ കല്ലാല എസ്റ്റേറ്റിലെ മാനേജർ ബംഗ്ലാവാട്ടോ ആ കാണുന്നത്. അടിപൊളിയാണ്. ഇവിടെ എസ്റ്റേറ്റിൽ ജോലി ചെയ്യുന്ന ഒരുപാട് ജോലിക്കാരുണ്ടല്ലേ, നോക്കി. പിന്നെ പോകുന്ന വഴിക്ക് റബ്ബർ പുരയെ കാണാമല്ലോ, അതെ റബ്ബർ പുരകള്. ഈ റബ്ബർ മരങ്ങൾ ഇങ്ങനെ ചാഞ്ഞിരിക്കുന്നത് എന്തുകൊണ്ടാണ് ആലോചനയുണ്ടോ? സൂര്യന്റെ പ്രകാശം അനുസരിച്ച് പോകുന്നതാണ്. സൂര്യപ്രകാശം അനുസരിച്ചും ഈ പെട്ടെന്ന് ഈ സാധനത്തിന് പെട്ടെന്ന് കാറ്റ് പിടിക്കും. ഒരു സൈഡിലോട്ട് ഇങ്ങനെ കാറ്റ് പിടിച്ച് ആ ഇങ്ങനെ ചെരിഞ്ഞെരിഞ്ഞ് പോകും. ഒരു റബ്ബർ നേരെ വളരാൻ സാധ്യത വളരെ കുറവാണ്. നമ്മളീ പോകുന്ന എസ്റ്റേറ്റ് ഉണ്ടല്ലോ, ആനയൊക്കെയുള്ള എസ്റ്റേറ്റ് കേട്ടോ. ഈ ആതിരപ്പള്ളി എസ്റ്റേറ്റിനോടൊക്കെ ചേർന്ന് കിടക്കുന്ന എസ്റ്റേറ്റാണ് ഈ കല്ലാല. അപ്പോൾ അവിടെ നിന്നുള്ള ആനകളൊക്കെ ഇങ്ങോട്ടും എസ്റ്റേറ്റിലോട്ടും വരും. അടിപൊളി. ആ വണ്ടിയുടെ അങ്കമാലി മഞ്ഞപ്ര അയ്യമ്പുഴ പ്ലാന്റേഷൻ കേട്ടോ. ആ വഴി പോകണ അത് അങ്കമാലി എന്ന് പറഞ്ഞ വണ്ടി കേട്ടോ. എന്നാൽ അത്യാവശ്യം നല്ലൊരു രസമുള്ളൊരു സ്ഥലം കേട്ടോ. കൊള്ളാല്ലേ? ഓ നല്ല അടിപൊളി വലിയ എസ്റ്റേറ്റ് അല്ലേ? വലിയ എസ്റ്റേറ്റ്. നമ്മൾ ആ മേലോട്ട് ആ സാധനം പറപ്പിച്ചപ്പോഴാണ് നമുക്ക് കൃത്യമായിട്ട് എസ്റ്റേറ്റിന്റെ ആ ഒരു വലിപ്പം മനസ്സിലാവുന്നത്. ഇവിടെ കുറെ ലയങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതെ അതെ, കുറച്ച് ലയങ്ങൾ കാണാം. പിന്നെ ഒരു ബസ് സർവീസ് ഉണ്ട്. ബസ് സർവീസ് ഒന്നായിരിക്കുമല്ലോ, കുറെ കാണുമായിരിക്കും. എന്നാലും കൊള്ളാം, അത്യാവശ്യം ജനസംഖ്യ ഉണ്ടെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ പിന്നെ ബസ് സർവീസ് നടത്തേണ്ട കാര്യമില്ല. പിന്നെ ഇങ്ങനെ കടന്നു പോകാനുള്ള ചിലപ്പോൾ ഒരു പ്രധാന വഴിയും കൂടി ആയിരിക്കും. കല്ലാല എസ്റ്റേറ്റ് കാലടി പ്ലാന്റേഷൻ എന്ന് പറയുന്നത് ശരിക്കും. ഓക്കെ. അപ്പം നമ്മൾ ഇവിടുന്ന് ഇനിയിപ്പോൾ ആതിരപ്പള്ളിക്ക് കുറച്ചുകൂടി എനിക്ക് ഒരു 10-15 കിലോമീറ്റർ ഉണ്ടോ, ഏകദേശം അത്രയും കാണുമായിരിക്കും കേട്ടോ. ഗൂഗിൾ മാപ്പ് നോക്കിയിട്ട് നമ്മൾ കൃത്യമായിട്ട് പറയാം കേട്ടോ. എന്നാലും ഒരുപാട് അത്യാവശ്യം സഞ്ചാരികളൊക്കെ അറിയാവുന്ന ഒന്ന് നഗരത്തിന്റെ തിക്കിന്നും തിരക്കിന്നൊക്കെ മാറി ഒന്ന് ഒരു ഡ്രൈവായിട്ട് യാത്ര ചെയ്യുന്ന ആൾക്കാർ തീർച്ചയായിട്ടും ഈ വഴി വരും കേട്ടോ. ഇനി അല്ലാത്തൊരു അടിച്ച് പൊളിച്ച് ചില്ലടിച്ച് പോണവർക്കൊക്കെ മറ്റു വഴി പോകാം. അല്ല, ഇതൊരു ഡ്രൈവ് ചെയ്യാൻ പറ്റിയ വഴിയാണ്. അപ്പോൾ നമുക്ക് അധികം ദീർഘിക്കേണ്ട, നമുക്ക് നേരെ ഇനിയിപ്പോൾ ഈ റൂട്ടിൽ കൂടെ നേരെ ആതിരപ്പള്ളി വാഴച്ചാല കൂടി ആ ഒരു കാട്ടിലേക്ക് പോകാം അല്ലേ. 2 ആന എന്ന് ശരിക്കും പറഞ്ഞാൽ ആന ഒരു റബ്ബർ ഓടിക്കുന്ന കാഴ്ച നമ്മൾ ആദ്യമായിട്ടാണ് അടുത്തുനിന്ന് കാണണേ. ഒരു റബ്ബർ ഇങ്ങനെ ഓടിച്ച് താഴ്ത്തിരണേ. നമുക്ക് ഇവിടെ നല്ല കൃത്യമായിട്ടും കാണാൻ പറ്റും കേട്ടോ. കണ്ടോ, അതിൻ്റെ തൊട്ടടുത്തായിട്ട് 5X നിന്നിട്ട് കാണിച്ച് നമ്മുടെ അടുത്ത് ഇങ്ങനെ കണ്ടോ അതാ നിൽക്കുന്നത്. അപ്പോൾ എന്തായാലും നമ്മൾ വന്ന വഴിക്ക് ആനയെ കാണാൻ പറ്റും കേട്ടോ, ഇങ്ങനെ കറക്റ്റായിട്ട്. കൊള്ളാം. കുറേ ആനക്കൂട്ടങ്ങൾ ഇങ്ങനെ നിൽക്കുമായിരുന്നു. അതിലൊരു കൊമ്പനാനുണ്ട് കേട്ടോ. അപ്പോൾ അവൻ വന്നിട്ട് റബ്ബർ ഒടിച്ചിടുന്നൊരു കാഴ്ചയുണ്ട്. ഇങ്ങനെ ഞാൻ ആദ്യമായിട്ട് ആന ഇങ്ങനെ ഡയറക്റ്റ് മുന്നിൽ നിന്നിട്ട് റബ്ബർ ഇങ്ങനെ ഒടിച്ച് കിടന്നത്. അപ്പോൾ
കട്ടക്കലിപ്പാണ്. റബ്ബർ വലിച്ചൊടിക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒന്നെങ്കിൽ ആന അല്ലെങ്കിൽ റബ്ബർ എന്നുള്ള രീതിയിലാണ് ചെയ്യുന്നത്. ഓടിക്കണം. ഇനി കലിപ്പാട്ടോ. ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ വരാനുള്ള പ്ലാനാവും. ഇനി മൂവ് ചെയ്തോ. വരുന്നുണ്ട്. വണ്ടി എടുത്തോട്ടോ. മോനെ പേടിക്കണ്ട, അത് പുറകെ ആന വന്നുണ്ട്. നിങ്ങളുടെ ബൈക്ക് സ്റ്റാർട്ട് ചെയ്തിരിക്കണം. ബൈക്ക് പെട്ടെന്ന് ഓടിക്കാൻ പറ്റില്ല കേട്ടോ. കലിപ്പ് ആനകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കലിപ്പായി. ഓടിച്ചിട്ടത് അവനാണല്ലോ. കഴിക്കാൻ വന്നത് ഈ റബ്ബറിൽ നിന്ന് എന്തായിരിക്കും കഴിക്കുന്നവര്? എന്താണ് അപ്പൊ അതിനകത്തുള്ളത്? എന്താ കാര്യമായിട്ട് കഴിക്കുന്നുണ്ട്. അതെ അതുകൊണ്ട് കുഴപ്പമില്ല. പുലി വരുന്നല്ലേ എന്തായാലും വരില്ല. അത്ര സ്പീഡൊന്നും എന്തായാലും അതെ അത്യാവശ്യം നല്ല ഒഴുക്കാണ്. ഇപ്പോൾ മഴ സമയമല്ലേ, അതുകൊണ്ട് നല്ല ഒഴുക്കാണ് വെള്ളത്തിന്. ഇതാണ് വളരെ പ്രശസ്തമായിട്ടുള്ള സിൽവർ സ്ട്രോം അല്ലേ? പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ ഈ ഒരു പാർക്കിനെ കുറിച്ചൊക്കെ എപ്പോഴും കേൾക്കും. ഞാൻ വന്നിട്ടൊന്നുമില്ല. നിങ്ങൾ വന്നിട്ടുണ്ടോ? ഞാൻ ഇതിനകത്ത് കയറിയിട്ടില്ല. ഇല്ലല്ലേ? ആതിരപ്പള്ളിയെ കുറിച്ച് ചെറിയൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഈ ആതിരപ്പള്ളി വെള്ളച്ചാട്ടം നിങ്ങളെല്ലാം കാണുന്നല്ലേ, പ്രത്യേകിച്ച് ഒരു വലിയൊരു പുതുമയില്ലായിരുന്നു. അതുകൊണ്ട് നമുക്ക് നേരെ കാണാം. ഇവിടെ എത്താം. ഈ ഒരു ഓഫ് സീസണിൽ നോക്കി എത്ര വണ്ടികളാണ്. അതാണ്. അല്ല, ഈ സമയത്ത് ഓഫ് സീസൺ ഇപ്പോഴല്ലേ വെള്ളം നല്ല ശക്തമായിട്ട് ഒഴുകുന്നേ. അപ്പോൾ എന്തായാലും നമ്മളിങ്ങനെ അപ്പോൾ എന്തായാലും നമ്മൾ ആതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിന്റെ ആ ഒരു ഭാഗത്തേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. നല്ല തിരക്കാണ് കേട്ടോ. ഈ ഒരു സമയത്ത് നല്ല വെള്ളം കുത്തിയൊലിച്ച് പോകുന്ന കാഴ്ചയൊക്കെ കാണാൻ നല്ല ഭംഗിയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും വന്നിട്ടുണ്ട്. പിന്നെ കുറേ കടകളും ഉണ്ടല്ലേ, ചെറിയ കടകൾ, ഷെഡുകളൊക്കെ നമുക്ക് കുറേ ചെറിയ കടകളൊക്കെ നമുക്ക് കാണാം. പിന്നെ ഒരു ഭാഗത്ത് ഫുള്ളും വാഹനങ്ങൾ ഇങ്ങനെ പാർക്ക് ചെയ്തിരിക്കുന്നത്. കുറേ ആൾക്കാർ കാഴ്ചകളൊക്കെ കണ്ട് വാഹനം പാർക്ക് ചെയ്യണമെങ്കിൽ നമുക്ക് ഏതാണ്ട് പൈസ കൊടുക്കണം. കാണും 10, 20, 30 എങ്കിലും കൊടുക്കണം. ആൾക്കാരുണ്ട് ഇവിടെ, കാരണം ഇതല്ലേ പാർക്ക് ചെയ്യാൻ സ്ഥലമുള്ളൂ. ഓക്കെ അപ്പൊ മഴക്കാലത്ത് വന്നാൽ ഇതാണ് ഇവിടുത്തെ അവസ്ഥ. നല്ല തിരക്കുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല തിരക്കുണ്ട്. എന്തായാലും കുറേ വാഹനങ്ങൾ ഇവിടെ നമുക്ക് നോക്കി കഴിഞ്ഞാൽ കാണാം ഇങ്ങനെ ലൈനായിട്ട് കിടക്കുന്നത്. അങ്ങനെ നമ്മളിതേ ചാർപ്പ വാട്ടർഫോൾസിൽ എത്തിയിരിക്കുന്നു. അതിരപ്പള്ളി കഴിഞ്ഞ് ഇങ്ങനെ വാഴച്ചാലിന് വരുമ്പോഴുള്ള വാട്ടർഫോൾസാണ്. അത്യാവശ്യം വെള്ളമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. അങ്ങനെ നമ്മൾ ചാർപ്പ വാട്ടർഫോൾസ് ഒക്കെ ഉണ്ട്. നേരെ മുന്നോട്ട് വരുമ്പോഴാണ് വാഴച്ചാൽ ചെക്ക് പോസ്റ്റ് വരുന്നത്. ചാലക്കുടിപ്പുഴ ഒരു സൈഡിലായിട്ട് ഇങ്ങനെ നിറഞ്ഞ് കവിഞ്ഞൊഴുകും കേട്ടോ. നല്ല രസമാണ് ഈ ഒരു വാഴച്ചാൽ കയറിയാൽ. അപ്പോൾ അവിടെ നമ്മൾ കയറിയിട്ടില്ല, നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ. നമ്മൾ നേരെ പോകുന്നത് നമ്മുടെ വാൽപ്പാറയ്ക്ക് പോകണം, അധികം വൈകണേന് മുമ്പ് കേട്ടോ. ഇത് നമ്മുടെ വാഴച്ചാല കഴിയുമ്പം തൊട്ട് ഇനി ഫോറസ്റ്റ് തുടങ്ങണം. ഏകദേശം ഒരു 50 കിലോമീറ്റർ മുകളിലായിട്ട് 56 കിലോമീറ്റർ ഉണ്ട് മൊത്തം നമുക്ക് ടോട്ടൽ കവർ ചെയ്യാനുള്ള. 2 മണിക്കൂർ സമയമാണ്. ആ 2 മണിക്കൂർ കൊണ്ട് നമ്മളിത് ഈ ഒരു ചെക്ക് പോസ്റ്റ് കവർ ചെയ്യണം കേട്ടോ. അപ്പോൾ അതാണ് അവിടുത്തെ നിയമം. അപ്പോൾ നമ്മൾ കാടാണ്. അപ്പോൾ കാടിൻ്റെ ഇരുവശങ്ങളിലും ഇറങ്ങി നിൽക്കാനൊന്നും നമുക്ക് അനുവാദമില്ല. അവർ പ്രത്യേകം പറഞ്ഞാണ് ഇവിടുന്ന്. പിന്നെ നമുക്ക് പോകുന്ന വഴിക്കുള്ള വണ്ടിയിൽ ഇരുന്നുകൊണ്ട് നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. നല്ല രസമാണ് ഈ ആതിരപ്പള്ളി ഈ വാഴച്ചാൽ കഴിഞ്ഞാൽ വാൽപ്പാറ, മലക്കപ്പാറ റൂട്ടിന് ഇടയ്ക്കുള്ള ഒരു ഫോറസ്റ്റ് കേട്ടോ. ഞാൻ പണ്ടൊക്കെ വന്നുകൊണ്ടിരുന്നപ്പോൾ ഇവിടെ മൊത്തം എന്നെ പറഞ്ഞ റോഡൊക്കെ ഭയങ്കര മോശമായിരുന്നു 2 വർഷങ്ങൾക്ക് മുന്നേ. ഇപ്പോൾ റോഡൊക്കെ നല്ല റബ്ബറൈസ്ഡ് ടാർക്കൊക്കെ ഉണ്ട്. പക്ഷേ വീതി കുറഞ്ഞ റോഡാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നോക്കി പോവുക. വണ്ടികൾക്കൊക്കെ കഷ്ടി പോകാനുള്ള വീതി മാത്രമേ ഉള്ളൂ കേട്ടോ. നിങ്ങൾ ചെറിയ കാറുകളിലൊക്കെ ആണെങ്കിൽ റോഡിൻ്റെ സൈഡിൽ നിന്ന് ഇറങ്ങുമ്പം എഡ്ജ് താഴെ പോകാൻ നോക്കണം കേട്ടോ. ഇപ്പോൾ മേലോട്ട് വന്നപ്പോൾ കുറച്ച് തണുപ്പായല്ലേ? നല്ല തണുപ്പായി. മഴ ഇങ്ങനെ പൊടിഞ്ഞു വരുവാണ്. നമുക്കിനി ഏകദേശം ഒരു 21 കിലോമീറ്റർ സഞ്ചരിച്ച് നമുക്ക് മലക്കപ്പാറ എത്തും. അവിടെ നമുക്ക് ഫുഡ് കഴിയാം. പാൽപ്പാറയ്ക്ക് വീണ്ടും 47 കിലോമീറ്ററാണ് സഞ്ചരിക്കുന്നുണ്ടോ. അപ്പോൾ അത്യാവശ്യം ദൂരമുണ്ട്. എന്താ മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ നമ്മൾ അപ്പർ ഷോളയാർ വ്യൂ പോയിൻ്റ് കണ്ടിട്ട് നേരെ പോവുക കേട്ടോ. വിട്ടടിക്കുവാണ്. അപ്പോൾ നമുക്ക് എത്തേണ്ട സ്ഥലം മലക്കപ്പാറയാണ്. മലക്കപ്പാറയിൽ നേരത്തെ എത്തിയിട്ടെങ്കിൽ ചിലപ്പോൾ ചോറ് കിട്ടില്ല കേട്ടോ. അവിടെ നമ്മൾ ചോറ് കഴിക്കാൻ വേണ്ടി പോകുന്നത്. അങ്ങനെ കടമറ്റം എന്ന് പറഞ്ഞ സ്ഥലത്തെത്തിയിട്ടുണ്ട്. കടമറ്റം നമ്മുടെ നാട്ടിലുള്ളതല്ലേ? അതെ. ലയങ്ങൾ, എസ്റ്റേറ്റ് ലയങ്ങൾ നമുക്ക് നോക്കി കഴിഞ്ഞാൽ കാണാം. ക്യാൻറ്റീൻ ഇതുമല്ലല്ലോ. നമ്മൾ വിജയകരമായിട്ട് മലക്കപ്പാറയിൽ എത്തിയിരിക്കുന്നു. ഇവിടെ ഒരു ഹോട്ടൽ, മലക്കപ്പാറ ഹോട്ടൽ കേട്ടോ. കണ്ടോ,
ഇവിടെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്. നമ്മൾ അവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് അതാണ് ബോർഡർ കണ്ടോ. വെൽക്കം ടു തമിഴ്നാട്. മലക്കപ്പാറ ഹോട്ടൽ മലക്കപ്പാറ. അതെ, ഹോട്ടൽ മലക്കപ്പാറ പോയിട്ട് നമ്മുടെ അനിൽ ചോറുണ്ടോ എന്ന് ചോദിക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. ആണോ? ആ, അപ്പോൾ ചോറുണ്ട്. അല്ലേ അനിലിന് പുറത്ത് കണ്ടല്ലേ സാമ്പാറും പരിപ്പും വാഴക്കറി എല്ലാം കൂടെ കൂട്ടിയിട്ട് നമ്മൾ ഫുഡ് കഴിക്കാൻ പോകണം. ഫുഡ് കഴിച്ചതിന് ശേഷമുള്ള കാഴ്ചകൾ നമുക്ക് കേട്ടോ. അപ്പോൾ ആദ്യം കഴിക്കാം. നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ ഇനി വിടും കേട്ടോ. ഇതന്നെ കയ്യിലുള്ള നല്ല അയമോദകം ആണല്ലേ. ബസ്സിലൊക്കെ കയറുമ്പോൾ കേട്ടിട്ടില്ലേ അയമോദക ഗുളിക കഴിക്കാം. സെറ്റ് റേഡിയേഷൻ അല്ല കഴിച്ചു. ഇതാ കണക്ക് 4. അപ്പം 4 അയമോദകമാണ് കണക്ക്. നമ്മളത് കഴിച്ചു. യെസ്, സെറ്റായി. ഇഷ്ടപ്പെട്ട ഫുഡ്? അടിപൊളി ഫുഡാണല്ലേ. വിചാരിക്കുന്നു. അല്ല, ഞാൻ ഇതിനു മുമ്പ് കഴിച്ചപ്പോൾ നല്ലായിരുന്നു, കുഴപ്പമൊന്നുമില്ല. പക്ഷെ അനിലിനെ അമേരിക്ക കിട്ടുമ്പോൾ ഫുഡ് ഇവിടെ കിട്ടില്ല കേട്ടോ. നമ്മൾ ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യണം. അമേരിക്കയിലെ റൈസ് അല്ലേ? അതെ ബ്രോ. അനില് നിങ്ങൾ കാണുമ്പോൾ ചെറിയ ആളൊന്നുമല്ല കേട്ടോ. വളരെ ഉയർന്ന പൊസിഷനിലിരിക്കുന്ന ഒരു മാന്യമായിട്ടുള്ള മനുഷ്യനാണ്. നമ്മള് ചെക്ക് പോസ്റ്റിന്റെ അടുത്ത് തിരികെയാണ്, തമിഴ്നാടിന്റെ. അതെ. ഇനി ഇവിടെ നിന്ന് നേരെ പോയി കഴിഞ്ഞാൽ അങ്ങോട്ട് പോകും. ഇവിടുന്ന് വാൽപ്പാറ 25 കിലോമീറ്റർ, പൊള്ളാച്ചി 82 കിലോമീറ്റർ, കൊടൈക്കനാൽ 201 കിലോമീറ്റർ, ഊട്ടിക്ക് 213 കിലോമീറ്റർ. അപ്പം 2 വഴിയാണ്. ഊട്ടി കൊടൈക്കനാൽ റൈറ്റ്, നമ്മുടെ താഴത്തോട്ട് നേരെ വാൽപ്പാറ. അപ്പോൾ പൊള്ളാച്ചിക്ക് 82 അല്ലേ? പക്ഷെ ഇതിലൂടെ നടക്കുമ്പോൾ വണ്ടിയുടെ AC ഒന്നും വേണ്ട. നിങ്ങൾ ഗ്ലാസ് ഒക്കെ താത്തിയിട്ട് വളരെ ശുദ്ധവായു ശ്വസിച്ച് നമുക്ക് യാത്ര ചെയ്യാം. ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റ് കേട്ടോ. ആ പെൻ സ്റ്റോക്കിലൂടെ വെള്ളം പോകണുണ്ട് താഴത്തോട്ട്. ഫാറോസ് ഇരിക്കണ്ട, അത്ര അകലെയാണേ കണ്ടോ. കണ്ടോ, നമ്മൾ വാൽപ്പാറയ്ക്കൊരു 4 കിലോമീറ്റർ മുന്നെയാണ് ഇപ്പോൾ നിൽക്കുന്നത്. നല്ല രസമുള്ളൊരു സ്ഥലം കേട്ടോ. ഇത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു തേയിലക്കാട്ടിൻ്റെ ഇടയ്ക്കൂടെ ആനകളൊക്കെ ക്രോസ് ചെയ്യുന്നുണ്ട്. അനിമൽസൊക്കെ ക്രോസിങ് സൈറ്റാണിത്. നല്ല ഭംഗിയാണ്, അത്യാവശ്യം നല്ല കാലാവസ്ഥയാണ്. നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ചിലപ്പം ഈ ഒരു തേയിലത്തോട്ടത്തിൻ്റെ ഇടയ്ക്കൂടെയൊക്കെ കാട്ടുപോത്തിനെ കാണാൻ പറ്റും. വേനൽക്കാലത്ത് വന്നാൽ മിക്കതും നമുക്ക് കാണാൻ പറ്റും കേട്ടോ. മരങ്ങളിലൊക്കെ ഓരോ നമ്പറൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. അവിടെ കുറച്ച് ലയങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. എന്തായാലും നിങ്ങൾ വാൽപ്പാറയ്ക്ക് പോകുമ്പോൾ ഈ വഴി വരുമ്പം അത്യാവശ്യം നല്ല ഒരു വൈബാണ്. നമ്മുടെ മൂന്നാറിലുള്ള ഫോട്ടോ പോയിന്റൊക്കെ ഓർമ്മയുണ്ടോ? ആ ഒരു സ്ഥലത്തൊക്കെ നിൽക്കുമ്പോൾ ഒരു ഫീല് വരും കേട്ടോ. പിന്നെ ഇവിടെ എനിക്ക് തോന്നുന്നത് നമ്മൾ വലിയ മല കയറിയല്ലെങ്കിൽ വന്നേ, ഇവിടെ കുറച്ച് സമതലം കേട്ടോ. ഇനി വലിയ ഉയരമുള്ള മലനിരകൾ കാണാനില്ല. അത്യാവശ്യം എനിക്ക് ഒരു 10,000-4,000 അടി ഉയരത്തിലാണ് നമ്മൾ നിൽക്കുന്നത് കേട്ടോ. നമ്മളിപ്പോൾ കേരളത്തിൽ നിന്ന് പോകുന്ന സ്ഥിതിക്ക് അപ്പോൾ അത്ര ഉയരത്തിലാണ് നമ്മുടെ കാറൊക്കെ അവിടെ പാർക്ക് ചെയ്തിട്ട് നമ്മളിങ്ങനെ നിൽക്കും കേട്ടോ. ഇവിടെ കുറേ ലയങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഈ ഏരിയ ഇപ്പോൾ ഫോറസ്റ്റിൻ്റെ ഉള്ളിലും എനിക്ക് തോന്നുന്ന പകുതി ഫോറസ്റ്റും പിന്നെ അതിൻ്റെ ഉള്ളിൽ നമ്മൾ തേയിലത്തോട്ടങ്ങൾ ഇങ്ങനെ ചെയ്തേക്കുന്നത് കേട്ടോ. എന്തായാലും കൊള്ളാം. ഇനി നമ്മൾ ഇവിടുന്ന് നേരെ പോകുന്നത് ഷോളയാറ് കൂടിയിട്ട് ഇനി നമ്മൾ നേരെ പോകുന്ന വാൽപ്പാറ എന്നിട്ട് ആളിയാറ് ഫോറസ്റ്റ് റൂട്ട് വഴി നേരെ ചിന്നാർ വൈൽഡ് ലൈഫ് സാങ്ച്വറി കേട്ടോ. അപ്പോൾ അതുവരെയുള്ള യാത്രയാണ്. അപ്പം ചിന്നാർ വൈൽഡ് ലൈഫ് സാങ്ച്വറി എപ്പോൾ എത്തുന്ന അറിയത്തില്ല. എന്തായാലും നമുക്ക് യാത്ര തുടരാം. വളരെ സുന്ദരമായിട്ടുള്ള ഈ ഒരു എസ്റ്റേറ്റിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമ്മൾ നേരെ ഇനി വാൽപ്പാറയ്ക്ക് പോകണം. അധികം സമയമില്ല, അധികം രാത്രി ആവണതിന് മുമ്പ് നമ്മൾ ആളിയാറ് ഫോറസ്റ്റിൻ്റെ ഉള്ളിലോട്ട് കയറണം കേട്ടോ. ഇവിടുന്ന് കുറച്ച് യാത്രയുണ്ട്. പോയ കേട്ടോ, കയറി അല്ലേ, ചാടി കയറിക്കോ. എങ്ങോട്ടോ നേരെ മേളിൽ വഴിയോ? താഴേക്കല്ലേ? നേരെ ഈ വഴിയാണ് താഴേക്ക്. അവിടെ ഒരു ചായക്കട കണ്ടു. നിങ്ങളുടെ ചായ കൂടി വാൽപ്പാറ ടൗണിലേക്ക് നമ്മൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ടൗണാണ്. കുറേ റൂംസും അതോടൊപ്പം തന്നെ കുറേ ബിൽഡിങ്ങുകളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ കഴിയും. സർക്കാർ കെട്ടിടങ്ങൾ ധാരാളമുണ്ട്, സ്കൂളുണ്ട്. കുട്ടികളൊക്കെ സ്കൂളൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരുന്നു. സ്കൂട്ടർ കൊണ്ടും മറ്റു വാഹനങ്ങൾ കൊണ്ടും നമ്മുടെ മുന്നിലോട്ട് എടുത്തിയാടാം. അപ്പോൾ നമ്മളത് പ്രതീക്ഷിച്ച് വേണം ഈ ടൗണിൽ യാത്ര ചെയ്യാൻ. അതെ, ചേട്ടൻ എടുത്തിയാടോ ഒന്നും നോക്കിയില്ല. ഒരു വാഹനമല്ലേ വരുന്നത്, എന്നാൽ ചടിയേക്കാൻ പുള്ളി ഉദ്ദേശിച്ചത്. നമ്മളൊരു ചായ കുടിക്കാൻ വേണ്ടി ഇവരുടെ നിർബന്ധം കൊണ്ട് ഞാൻ വണ്ടി നിർത്തിയാണ്. നിർബന്ധത്തിന് വഴങ്ങിയ വണ്ടി നിർത്തി. സാറ് ഞാൻ സാധാരണ ഞാൻ ചായ കുടിക്കാറില്ല. നല്ല കാര്യം. അതല്ല, പച്ചവെള്ളം കുടിച്ചിരിക്കാൻ അത് മഞ്ഞുണ്ട് നടക്കണ്ടല്ലേ. അല്ല US ഏകദേശം ഒരു -20 ജീവിക്കുന്നുണ്ട്. ചിലപ്പം വിഷയമില്ല. മഞ്ഞിനകത്തൂടെ രാവിലെ ഇങ്ങനെ പോകും. അതെ, അനിലിന്റെ ലിഥിയം ബാറ്ററി വെച്ചായിരിക്കും പോണത്. എല്ലാം മഞ്ഞെല്ലാം കുരുക്കിയിട്ട് ഇവിടെ മൊത്തം റൈഡർ കണ്ണാപ്പി ആട്ടോ. ഒരു രക്ഷയില്ല കേട്ടോ. നമ്മൾ നേരെ നമ്മൾ ഇടിച്ച് തേയിലക്കാട് ഇട്. ടീ എങ്ങനെയുണ്ട് കുടിച്ചിട്ട്? കൊള്ളാല്ലേ? സൂപ്പറായ. നമ്മൾ പ്രതീക്ഷിച്ചേക്കാളും ഒരു പിടി മുന്നിൽ നിൽക്കുകയാണ്. നല്ല കട്ട ചായ.
ഇവിടെ അത്യാവശ്യം നല്ല രീതിയിൽ തണുപ്പുണ്ട് ഉണ്ടല്ലേ ഈ ഒരു ഏരിയ. ജാക്കറ്റ് ഒന്നും നമ്മുടെ ഇല്ല. അതായത് ഈ ടീ സ്റ്റാൾ എന്നൊരു ടീ സ്റ്റാൾ ഉണ്ട്. എൻ്റെ കൂടെ വന്ന് പറയുക അവിടെ ടീ കുടിച്ചോണ്ടിരിക്കുന്ന പരിപാടി കേട്ടോ. ഞാൻ ടീ അധികം കുടിക്കില്ലാത്തതുകൊണ്ട് നമ്മളിങ്ങനെ റോട്ടിൽ നിന്ന് കാഴ്ചകളെ കാണുകയാണ്. ഇവിടുന്ന് ഏകദേശം ഈ റൂട്ടാണ് നമ്മൾ പോകുന്നത് കേട്ടോ. താഴത്തോട്ട് ഒരു എസ്റ്റേറ്റിലോട്ടുള്ള ഒരു വ്യൂ പോയിന്റിലുള്ള ഒരു വഴി കേട്ടോ. എന്തായാലും അത്യാവശ്യം 5:30 ഇവിടെ സന്ധ്യയാവാൻ തുടങ്ങി കേട്ടോ. തണുപ്പത്ത് പോയാലും അതിനെ എന്താ പറയുക, നമ്മൾ പ്രതിരോധിക്കാൻ രീതിയിലുള്ള ഒരു ബോഡിയാണ് നമുക്കുള്ളത്. ഇനി അതല്ലേ പറയാൻ പറ്റുള്ളൂ. അനിലെ US നിന്ന് എന്തെങ്കിലും ബ്ലാങ്കറ്റ് വല്ലതും കിടക്കുന്ന വണ്ടിയില്ലേ? ഇല്ല അല്ലേ? നമ്മൾ വലിയ മഴയ്ക്ക് വേണമെങ്കിൽ വണ്ടി കയറാം കേട്ടോ. മഴ പെയ്യുമ്പോ മഞ്ഞല്ലേ? മഴ ചായ കുടിച്ചിട്ട് ഓക്കെണ്ടോ. നല്ല രീതിയിലുള്ള കോടയും മഴയാണ് മിക്സാണ്. അപ്പോൾ നല്ല ഒരു തണുപ്പാട്ടോ. തണുപ്പ് നമുക്ക് സഹിക്കാൻ പറ്റില്ല. ഇങ്ങനെയാണെങ്കിൽ ഞാൻ വേറെ ഡ്രസ്സായിരുന്നു ഇടുള്ളായിരുന്നു. ഷർട്ടൊക്കെ ഇട്ടാണ് വന്നാൽ അത്യാവശ്യം ജാക്കറ്റ് കിട്ടിയില്ലെങ്കിൽ നല്ല രീതിയിൽ തണുപ്പാട്ടോ. അപ്പോൾ നമുക്ക് വണ്ടി വേണം തിരിക്കാം. അങ്ങനെ നമ്മളത് വാൽപ്പാറയിൽ നിന്ന് നേരെ ആളിയാറിന് പോയിക്കൊണ്ടിരിക്കുക. ആളിയാർ റൂട്ട് വഴി, ഫോറസ്റ്റ് റൂട്ട് വഴി നമ്മൾ മറയൂർ കാന്തല്ലൂരിന് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ നമ്മൾ ഇവിടെയുള്ള പ്രത്യേകത എന്താ പറയുക, ഏകദേശം 40ഓളം ഹെയർ പിൻ ബെൻഡ് കയറി വേണം നമ്മൾ പോകാൻ വേണ്ടി. വലിയൊരു മല കയറിയിട്ട് താഴത്തോട്ട് ഇറങ്ങണം. ഇങ്ങനെ പോകുമ്പോൾ പല സൈഡിലായിട്ടും നമുക്ക് എന്താ പറയുക വ്യൂ പോയിന്റുകളുണ്ട്. അതൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് കാണാം കേട്ടോ. പിന്നെ എത്രത്തോളം കാഴ്ചകൾ നിങ്ങളെ കാണിക്കാൻ പറ്റുന്നറിയില്ല, കാരണം ഈ ഹെയർ പിൻ വളവിൻ്റെ മേലോട്ട് കയറുമ്പോൾ ഫുള്ളായിട്ട് മഞ്ഞ് മൂടും കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലം ഇപ്പം തന്നെ മഞ്ഞായി വരുന്നുണ്ട്. ഹെയർ പിൻ വളവിൻ്റെ പേര് ഈ ഒരു കാട്ടിൽ ജീവിക്കുന്ന മൃഗങ്ങളുടെ ആട്ടോ ഇട്ടേക്കുന്നത്. ലിയോപാഡ്, ടൈഗർ, അതുപോലെ വിവിധ തരത്തിലുള്ള ബേർഡ്സ്, അതിൻ്റെയൊക്കെ പേരാണ് ഹെയർ പിൻ ബെൻഡിന് ഇട്ടേക്കുന്നത്. നമ്മളിപ്പോൾ ഒരു 8 ഹെയർ പിൻ ബെൻഡോളം കയറി കേട്ടോ. ഇപ്പം അത്യാവശ്യം നല്ല രീതിയിൽ കോടയായി. അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്കുള്ള കാഴ്ചകളൊക്കെ ഇനി കോടയിൽ മുങ്ങിയതായിരിക്കും. അപ്പം മാക്സിമം കാഴ്ചകൾ നിങ്ങളെ കാണിക്കാൻ പറ്റും. നമ്മൾ പോകുന്ന വഴിക്ക് അതായത് ഇനി മറയൂരാണോ നമ്മൾ താമസിക്കുന്നതോ, പോകുന്ന വഴിക്ക് എവിടെയെങ്കിലും ഉണ്ടോയെന്ന്, സ്റ്റേയിങ് ഉണ്ടോയെന്ന് നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ കണ്ട് നമുക്ക് യാത്ര ചെയ്യാം. ഇനി അടുത്ത ഒരു മലബാർ ട്രോഗോൺ ഹെയർ പിൻ ബെൻഡാണിത്. ഏകദേശം നമ്മൾ 40 ഒരു 25 ഒക്കെ ആയി കേട്ടോ. അവിടെ ചെറിയൊരു ഗ്രാമമുണ്ട്, നല്ല രസമുള്ള ഗ്രാമമുള്ള കാണിച്ച്. ചെറിയൊരു വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട് പുറകിലായിട്ട്. ഈ ഒരു വളവ് തിരിയുമ്പോൾ നമുക്ക് ആ വെള്ളച്ചാട്ടം കാണാൻ പറ്റും കേട്ടോ. കണ്ടോ, ഇങ്ങനെ ഒരു നല്ല രസം കേട്ടോ. നമ്മളിങ്ങനെ ഈ ഒരു റൂട്ടിലോട്ടുള്ള യാത്ര നമ്മൾ ഒരിക്കലും മടുപ്പിക്കില്ല കേട്ടോ, അത് ഞാൻ ഉറപ്പ് പറയുന്നു. അപ്പം നിങ്ങൾ ഡ്രൈവ് ആണെങ്കിൽ ഉദ്ദേശിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഈ റൂട്ടിൽ ധൈര്യമായിട്ട് യാത്ര ചെയ്യാം, ഒരു വിഷയമില്ല. അത്യാവശ്യം നല്ല ക്ലൈമറ്റാണ്. നമ്മൾ എത്ര രാത്രിയാണെങ്കിലും നമ്മൾ ഡ്രൈവ് ചെയ്ത് മടുക്കൂല. നല്ല കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ ഇതുപോലെ ടീ എസ്റ്റേറ്റിലെ ടീ ഒക്കെ കുടിച്ചിട്ട് നമുക്ക് ധൈര്യമായിട്ട് യാത്ര ചെയ്യാം. അപ്പോൾ നമ്മുടെ വാൽപ്പാറ റേഞ്ചിൻ്റെ പുറത്തോട്ട് കിടന്നു കേട്ടോ. അവിടം വരെ ഉള്ളൂ വാൽപ്പാറ ഫോറസ്റ്റ് റേഞ്ച്. ഇനിയിപ്പോൾ ഇത് ഏത് ഫോറസ്റ്റ് റേഞ്ചാണ് അവിടെ എഴുതി വെച്ചിട്ടില്ല. ചിലപ്പോൾ ഫോറസ്റ്റ് റൂട്ട് അല്ലായിരിക്കും അല്ലേ, ഫോറസ്റ്റ് അല്ലായിരിക്കും ചിലപ്പോൾ. യൂക്കാലി മരങ്ങളൊക്കെ ഉണ്ടോ. അപ്പോൾ നമ്മളിതേ ഇവിടെ വഴിക്ക് കണ്ടപ്പോൾ നല്ലൊരു വ്യൂ പോയിന്റ് ഉണ്ട്, അവിടെ നിർത്തിയാട്ടോ. നല്ല രസമുള്ള ഒരുപാട് മലനിരകളാട്ടോ. എത്ര മലയാണെന്ന് പറയാൻ പോലും പറ്റില്ല കേട്ടോ. നമ്മുടെ ആനമല ടൈഗർ റിസർവിൻ്റെ ഭാഗമായിട്ടുള്ള മലനിരകളാട്ടോ. എന്തായാലും കൊള്ളാം. അതിൻ്റെ നടുക്കൊരു ചെറിയൊരു തടാകമൊക്കെ ഉണ്ട്. ഫുള്ള് തിക്ക് ഫോറസ്റ്റ് ആട്ടോ. കണ്ടോ എത്ര മലകളാണത്. അങ്ങേറ്റത്ത് നമ്മൾ വന്നേക്കണം കേട്ടോ വാൽപ്പാറ. അവിടെയൊക്കെ ശരിക്കും പറഞ്ഞാൽ മഴയൊക്കെ പെയ്യുന്നുണ്ട് കേട്ടോ. ഏതൊക്കെ മലനിരകളാണെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. ഇവിടെ വന്നാൽ എനിക്ക് മനസ്സിലോട്ട് പെട്ടെന്ന് ഓർമ്മ നമ്മുടെ ആനമല കരീമാണ്. ഒരിക്കൽ എനിക്ക് ആ ആനയെ ഒന്ന് കാണാൻ പോകണമെന്ന് വലിയൊരു ആഗ്രഹമാണോ. എന്തായാലും ഒരിക്കൽ ഞാൻ നിങ്ങളെ ആ വീഡിയോ കാണിക്കും. വിശദമായിട്ട് നമുക്ക് അതിനെക്കുറിച്ച് ഷൂട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇവിടുത്തെ കാഴ്ചകൾ കണ്ടിട്ട് ഇനി അധികം താമസിപ്പിക്കണ്ട. അപ്പോൾ ഈ ഒരു വീഡിയോ ചിലപ്പം ഇവിടെ കൊണ്ട് തീരുമായിക്കോട്ടോ. അടുത്ത വീഡിയോയിൽ നമ്മൾ അടുത്ത എപ്പിസോഡിലായിരിക്കും അടുത്ത കാഴ്ചകൾ കാണുന്നത്. കാരണം വെച്ചാൽ മുന്നോട്ട് പോയാൽ എത്രത്തോളം കാഴ്ച കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല. കാരണം ഇപ്പം തന്നെ 6 മണി കേട്ടോ. അപ്പോൾ ഇനി കാഴ്ചകളൊക്കെ മങ്ങുമായിരിക്കും. അപ്പം ഈ ഒരു ഫോറസ്റ്റിനകത്തോടെ നമ്മൾ പോകുന്ന വഴിക്ക് ചിലപ്പോൾ ആനയെ കൊണ്ടെന്ന് അറിയത്തില്ല. ഏകദേശം ഒരു 10-15 ഹെയർ പിൻ വളവ് നമ്മൾ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ പോകുന്നു കേട്ടോ. എത്ര മനോഹരമല്ലേ വഴിയെ, അടിപൊളി. അപ്പോൾ നമുക്ക് യാത്ര തുടരാം. കാട്ടുപന്നി കൂട്ടങ്ങളാട്ടോ അവിടെ. ചായ കുടിക്കാൻ പോന്നോ? എന്നും ചായ കുടിച്ചെന്ന് പറഞ്ഞ് ഞാൻ ആരോടും പറയില്ല. പൊതുവെ അനുവ് ചായ ഒരു ദിവസത്തെ ചായ കുടിയല്ലേ. തന്നെ പൊതുവെ അനുവ് ചായ കുടിക്കില്ലെന്നുള്ളത് അനുവിനും അറിയാം, ബാക്കിയുള്ളവർക്കും അറിയാം. നിങ്ങളെ വിളിക്കുന്നുണ്ട്. പോ. അനുവില്ല, വരുന്നില്ലെന്ന്. പോക്കോ.
നമ്മൾ ഈ നിൽക്കുന്ന സ്ഥലത്തിന്റെ പേരിന് ഈ സ്ഥലത്തിന്റെ പേരാണ് ആളിയാർ. ആ ഡാമിന്റെ പറ്റയാണ് നമ്മൾ നിൽക്കുന്നത്. അതെ, ആളിയാർ റെസിഡൻസിയിലാണ് നമ്മൾ താമസിക്കുന്നത്. അപ്പൊ അതിന്റെ തൊട്ടടുത്തുള്ള ഒരു ഹോട്ടലിൽ വന്നിട്ട് നമ്മൾ ചായ കുടിച്ചു. പിന്നെ നമ്മൾ റൂം നിങ്ങളെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പൊ ഈ വഴി വരുമ്പോൾ വേണമെങ്കിൽ ഇവിടെ സ്റ്റേ ചെയ്യാം. വലിയ കുഴപ്പമില്ലാത്ത റൂമാണ്. കുഴപ്പമില്ലാത്ത റൂമാണ്. അത്യാവശ്യം കുഴപ്പമില്ല. അതെ, ഇവിടെ ഹോട്ടലുണ്ട്, എല്ലാം ഉണ്ട്. ചായ കുടിക്കാൻ പറ്റിയ സംഭവം കേട്ടോ അവിടെ. അതെ, പിന്നെ ബജി ഉണ്ട്, മറ്റേ ഇതുണ്ട്, എന്ത് സാധനം ഇവിടെ കിട്ടും. അവസാനത്തെ ചായ നമ്മുടെ കേട്ടോ. ഇനി ചായ ചോദിച്ചു കഴിഞ്ഞാൽ ആരും കൊടുക്കുമല്ലോ പറഞ്ഞു. അപ്പൊ നമ്മളിവിടെ ആളിയാർ റെസിഡൻസിയിലാണ് ഇന്ന് സ്റ്റേ ചെയ്യുന്നത് കേട്ടോ. ഇതൊരു ചെറിയൊരു ഒരു റെസിഡൻസിയാണ്. അത്യാവശ്യം ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നിങ്ങൾക്ക് ഇവിടെ താമസിക്കാം കേട്ടോ. കാരണം വെച്ചാൽ ഈ ഒരു ആനമല ടൈഗർ റിസർവിൻ്റെ ആ ഒരു ഭാഗത്തേക്ക് നമ്മളെ 6 മണിക്ക് ശേഷം അവർ കിടത്തി വിടില്ല കേട്ടോ. പിന്നെ നമ്മൾ ഇനിയിപ്പം ഇവിടം തൊട്ട് ഉള്ള കാഴ്ചകളാണ് നമ്മൾ നാളെ തൊട്ട് കാണാൻ പോകുന്നത്. അപ്പോൾ നമ്മളിന്ന് ഇവിടെ റൂമൊക്കെ ഒന്ന് കാണിച്ചു തരാം ജസ്റ്റ് ഒന്ന്. എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള കാഴ്ചകൾ അടുത്ത എപ്പിസോഡ് കാണാം. നമ്മൾ താമസിക്കുന്ന റൂം ഇതാണ്. അത്യാവശ്യം കൊള്ളാം അല്ലേ? വെറും 1200 രൂപയ്ക്ക് ഞങ്ങൾക്ക് ഈ റൂം കിട്ടി കേട്ടോ. അതെ, തമിഴ്നാടിന്റെ സ്വന്തം ആളാണ് ഈ റൂം എടുത്ത്. 1300. അത്യാവശ്യം കൊള്ളാവുന്ന റൂം. 1300 രൂപയ്ക്ക് ഇത് ഓക്കെയാണ് കേട്ടോ. കണ്ടോ, ഇതിൻ്റെ പുറകെ കാഴ്ചകൾ ഇതൊക്കെയാണ്.